ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് രേവതിയുടെ സ്വർണം എടുത്തത് ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയും അതുപോലെ തന്നെ സുധിയും കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവുകയാണ്. സുധിയെ കൊണ്ട് തന്നെ നമ്മുടെ സച്ചി പറയിപ്പിക്കുകയാണ് താനാണ് ആ സ്വർണം എടുത്തു മാറ്റിയത് എന്ന്. സ്വയം ചെയ്തു വെച്ചതിന് ശേഷവും കുറ്റങ്ങളെല്ലാം രേവതിയുടെയും അതുപോലെ തന്നെ സ്വന്തം അമ്മയുടെ മേലെ ചാർത്താൻ വേണ്ടി ശ്രമിച്ച ചന്ദ്രയോട് ഈ ജന്മം താൻ മിണ്ടുകില്ല എന്നും ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും താൻ മേടിച്ചു കുടിക്കില്ല എന്നുള്ള വാശിയിലാണ് രവി ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. കൊണ്ടുവച്ചിരിക്കുന്ന നാരങ്ങയ്ക്ക് എതിരായിട്ട് ചന്ദ്രയും അവിടെ ഒരു നാരങ്ങ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് രേവതി പറയുകയാണേ, എന്തിനായിരിക്കും സച്ചേട്ട അമ്മയോ അതുപോലെ തന്നെ ഒരു നാരങ്ങ മേടിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപക്ഷെ സച്ചേട്ട മേടിച്ചു വെച്ചതുപോലെ ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല. ഇന്ന് രാവിലെ തന്നെ അവര് ഇറങ്ങി പോയിട്ടില്ലായിരുന്നോ? ഇപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ബാമാൻറ്റിക്കാണ് ഈ ജോത്സ്യര് അതുപോലെ സ്വാമി അങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ള കൂടുതൽ ബന്ധമുള്ളത്. ബാമാൻറ്റിന്റെ കൂടെ ഏതോ ഒരു സ്വാമിയെ പോയി കണ്ടിട്ട് അദ്ദേഹം ജപിച്ചു കൊണ്ടിരുന്നിരിക്കുന്ന നാരങ്ങ തന്നെയാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോഴാണ് സച്ചേട്ട എനിക്ക് മൊത്തത്തിൽ നിങ്ങളെ ഏട്ടനെ സംശയമായത്. പക്ഷേ നിങ്ങളുടെ ഏട്ടൻ എന്തായാലും സത്യം തുറന്നു പറയോ? രാവിലെ ആവുന്നതോട് കൂടിയിട്ട് വായ എന്തായാലും കോടാനൊന്നും പോകുന്നില്ലല്ലോ. വായ കോടാനൊന്നും പോകുന്നില്ല രേവതി. പക്ഷേ രാവിലെ ആവുമ്പോഴേക്കും അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. അതിന് ചെറിയൊരു കളി കളിക്കാനുണ്ട്. ഇപ്പൊ തന്നെ നീ അവന്റെ മുഖം ശ്രദ്ധിച്ചോ? അവൻ നന്നായിട്ട് ഭയന്നിട്ടുണ്ട്. പേ പിടിച്ചതുപോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ പിടിക്കപ്പെടും. സച്ചി എന്തോ ഒരു ചെറിയ ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതെല്ലാം നിനക്ക് നേരിട്ട് കാണാൻ രേവതി എന്ന് പറയാണ്. അത് കഴിഞ്ഞ് രാത്രിയിലാണ് കാണിക്കുന്നത്. സുധി കിടക്കുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറക്കത്തിലാണ് സുധിക്ക് ആ നാരങ്ങ തന്റെ അരികിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ടുള്ള ഒരു സ്വപ്നം കാണുന്നത് പോലെ ആള് പെട്ടെന്ന് തന്നെ ഞെട്ടി എണീക്കുകയും അയ്യോ എന്റെ വായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ചിട്ട് കണ്ണടയൊക്കെ എടുത്തു വെച്ചിട്ട് നേരെ കണ്ണാടിയിൽ പോയി നോക്കുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ശ്രുതിക്ക്. ശ്രുതിയാണെങ്കിൽ നല്ല ഉറക്കമാണല്ലോ. ശ്രുതിയെ ഉണർത്താനും പറ്റില്ല. കാരണം ഇന്നലെ രാത്രി ഉണർത്തിയത് കൊണ്ട് തന്നെ ശ്രുതിയുടെ വായിലിരിക്കുന്നത് മൊത്തം കേട്ടതാണ്. ഇനിയും അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി കൂടി കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരമൊക്കെ നടന്ന് വീണ്ടും ചെന്ന് ബെഡിൽ ശ്രുതിക്ക് അരികിൽ കിടക്കുവാണ്. അതേസമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ചെറുതായിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ വന്നുകൊണ്ട് ശ്രുതിയുടെ റൂമിന്റെ കതകിനെ മുട്ടുവാണ്. ആദ്യം കഥക് നോക്കിയത് ശബ്ദം കേട്ട് സുധി ചെന്ന് തുറന്നു നോക്കുന്നുണ്ട്. പക്ഷെ ആരുമില്ലല്ലോ. ഒരുപക്ഷെ തനിക്ക് തോന്നിയതാവെന്ന് വിചാരിച്ചിട്ട് വന്ന് കിടക്കുവാണ്. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വന്നിട്ട് കഥകിന് മുട്ടുവാണേ. സുധി വന്ന് നോക്കുന്നതെല്ലാം കണ്ടിട്ട് സച്ചിയാണെങ്കിൽ അവിടെ സൈഡിൽ നിന്ന് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും പോയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒന്നുകൂടി സച്ചി മുട്ടുമ്പോ സുധി വന്ന് ഡോറ് തുറക്കുകയും ഡോറ് അടഞ്ഞു കിടന്നാൽ മാത്രമല്ലേ മുട്ടുള്ളൂ. അതുകൊണ്ട് ഇനി തുറന്നു കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്നിടുവാണ്. ഇനി ആരാ തട്ടെന്നുള്ള കാര്യം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് സുധി കഥക് മൊത്തത്തിൽ അങ്ങ് തുറന്നിടുവാണ്. എന്നിട്ട് പോയിട്ട് ബെഡിൽ കിടക്കുവാണ്. സുധി കിടന്നു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിനു ശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ പോയിട്ട് ഒരു നാരങ്ങ എടുക്കുകയും അത് നൂലുകൊണ്ട് ചുറ്റുകയും ചെയ്യാണ്. എന്നിട്ട് നേരെ സുധിയുടെ റൂമിന്റെ സൈഡിൽ നിന്നുകൊണ്ട് സുധിയുടെ മേലേക്ക് ആ നാരങ്ങ അങ്ങ് ഇടുവാണ്. നാരങ്ങ വന്ന് മേലെ വീണത് കണ്ട ഉടനെ തന്നെ സുധി പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി അങ്ങ് എണീക്കുകയാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ നൂല് നൈസായിട്ട് മെല്ലെ 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 വലിച്ചിട്ട് പെട്ടെന്ന് തന്നെ നാരങ്ങ ഒരൊറ്റ വലി അങ്ങ് വലിക്കുവാണേ. നാരങ്ങ പോകുന്നതിന്റെ പുറകെ തന്നെ സുധിയും ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള മട്ടില് അതിന്റെ പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷേ സച്ചി അവിടെ നിൽക്കുന്നതൊന്നും സുധി കാണുന്നില്ലേ. അത് മാത്രമല്ല നാരങ്ങയാണെന്നുണ്ടെങ്കിൽ എയറിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ടുള്ള രീതിയിലൊക്കെ സച്ചി ഓരോന്ന് ചെയ്യുന്നുണ്ടേ. ഇതെല്ലാം കണ്ട് പേടിച്ച് വരച്ച സുധിയാണെന്നുണ്ടെങ്കിൽ വേഗം കഥക് അടച്ചിട്ട് അമ്മയെ വിളിക്കുകയാണേ ഫോണില്. സുധിയുടെ കോൾ കാണുന്ന സമയത്ത് രവി എങ്ങാനും കേട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഹാളിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത് ചന്ദ്ര. എന്താണ് നീ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കുമ്പോ അമ്മ ഉറങ്ങിയോന്ന് ചോദിക്കുന്നുണ്ട്. എടാ എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മ, ഇവിടെ ശ്രുതി നല്ല ഉറക്കാണ്, എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ ഹാളിൽ നിൽപ്പുണ്ട്, പുറത്തേക്ക് വാ എന്ന് പറയുന്നു വിളിക്കുകയാണ്. അതേപോലെ തന്നെ സുധി പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. പുറത്ത് വന്ന ഉടനെ തന്നെ അമ്മേ ആരോ എന്റെ കഥകിന് മുട്ടി. അതൊക്കെ പോട്ടെ അമ്മേ, അതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ആ നാരങ്ങ ഉണ്ടല്ലോ അത് എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അതെങ്ങനെയാണ് അങ്ങനെ നടക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല അമ്മേ, ഞാൻ ശരിക്കും കണ്ടതാണ്. ഒരുപക്ഷെ സുധി നിനക്ക് മനസ്സിൽ പേടിയുള്ളത് കൊണ്ട് അങ്ങനെ തോന്നിയതായിരിക്കും. അതൊന്നും എനിക്കറിയില്ല അമ്മേ. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള കാര്യമാണ് തോന്നുന്നത്. ഒരുപക്ഷെ അമ്മേ നമ്മൾ വെച്ചിരിക്കുന്ന ലെമണിനേക്കാളും കൂടുതൽ ശക്തി സച്ചി വെച്ചിരിക്കുന്ന ലെമണിനാണെങ്കിലോ അമ്മേ, എനിക്കാണെന്നുണ്ടെങ്കിൽ എന്റെ വായ ഒരു വശത്തേക്ക് ഇങ്ങനെ കോടി പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്റെ ബിസിനസ് തന്നെ എന്റെ വായയെ വിശ്വസിച്ചുകൊണ്ടല്ലേ. അങ്ങനെ വായ കോടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ എങ്ങനെയാണ് അമ്മേ എന്റെ മൾട്ടി മില്യണർ പ്ലാനൊക്കെ നടക്കുക? എടാ നീ എന്താണ് എപ്പോഴും നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? ഈ വയസ്സിലെ എന്റെ വായ അങ്ങനെ ഒരു വശത്തേക്ക് ഓടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. പുറത്ത് തല കാട്ടി നടക്കാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥയാകും. എന്തായാലും അമ്മേ ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇതിനൊക്കെ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താ വഴി എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ആ നാരങ്ങ വീട്ടിനുള്ളിൽ ഇരുന്നാൽ മാത്രമേ അമ്മേ പ്രശ്നം വരുള്ളൂ. നമുക്ക് അതെടുത്ത് കളഞ്ഞാലോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞ സുധി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചോദിക്കുമ്പോ അത് ഉള്ളിലിരുന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവുള്ളൂ. അമ്മേ വാ അമ്മേ നമുക്ക് അതെടുത്ത് കളയാം. സച്ചി മുകളിൽ ടെറസിലാണ് കിടക്കുന്നത്. ആരെങ്കിലും എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതെടുത്ത് പുറത്ത് കളയാം. നീ അങ്ങനെയാണോ പറയുന്നത്? ശരി, നമുക്ക് അത് തന്നെ ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്നിട്ട് നാരങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പൂജാമുറിന്റെ അരികിലേക്ക് ചെല്ലുവാണ്. സുധി എന്തായാലും ഉള്ളിൽ പോകില്ല, അമ്മ തന്നെ പോയിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, തനിക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള മട്ടില് ചന്ദ്ര പൂജാമുറിന്റെ ഉള്ളിൽ കയറിയിട്ട് സച്ചി വെച്ചിരിക്കുന്ന നാരങ്ങ മാത്രം എടുത്ത് വരുന്നത് കാണുമ്പോൾ അമ്മേ നമ്മൾ വെച്ചതും കൂടി എടുത്തിട്ട് വാ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നുന്നു പറയാണേ. ഇതിൽ മാത്രം നിനക്ക് നല്ല അറിവുണ്ട്. ശരി, ഞാൻ അതും കൂടി എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഓരോരോ കയ്യിലെടുത്തിട്ടാണ് ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് കളയാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും അവിടെയുള്ള ഫുൾ ലൈറ്റുകൾ ഓൺ ആവാണേ. നീ എന്തിനാണ് സുധി ലൈറ്റ് ഇട്ടേ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ അമ്മേ ഞാനല്ല ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ലൈറ്റ് ഇട്ടത് ആരാണെന്നുള്ള കാര്യം നോക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓരോരോ റൂമിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ശ്രീകാന്തും വർഷയും സച്ചിയും രേവതിയും അതുപോലെ തന്നെ രവിയും. ഇവരുടെ അടുത്തൊന്നും ഉറങ്ങരുത് എന്നുള്ള കാര്യം സച്ചി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ ഒരു കാഴ്ച കാണിച്ചു തരാ എന്ന്. പക്ഷെ ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങിയിരുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ശ്രുതി അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അവരെല്ലാരും വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊന്നും അറിയാതെ ശ്രുതിയാണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഈ സമയത്ത് നിങ്ങളെല്ലാരും ഇവിടെ എന്ത് ചെയ്യാണ് എന്ന് പറഞ്ഞ് ശ്രുതി എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല കിടിലൊരു സീന് കാണാം എന്നുള്ള കാര്യം? ദാ അച്ഛ കണ്ടോളൂ എന്ന് പറയാണേ. ചന്ദ്രയും അതുപോലെ തന്നെ സുധിയും കാണിച്ചുകൊണ്ട്. ചന്ദ്രേ നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു എന്ന് രവി ചോദിക്കുമ്പോ അത് രവിയേട്ടാ എനിക്ക് ഉറക്കം വന്നില്ല. ഉറക്കം വരാത്തതിന് അമ്മ എന്തിനാണ് കയ്യിൽ നാരങ്ങ പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ ഒരുപക്ഷെ ജ്യൂസ് അടിച്ചു കുടിക്കാനായിരിക്കുന്ന വർഷ കളിയാക്കി പറയാണേ. അച്ഛ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്തിനാണ് ആ നാരങ്ങ ഇവിടെ കൊണ്ടുവച്ചത് എന്നുള്ള കാര്യം? ആരാണോ സ്വർണ്ണം എടുത്തതെന്ന് വെച്ചാല് അവര് പിടിക്കപ്പെടും. എന്താ അമ്മ ഇതൊക്കെ? സുധിയേട്ടനാണോ അപ്പൊ സ്വർണ്ണം എടുത്തതെന്നുള്ള കാര്യം പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്ര വേറൊരു ഡ്രാമ കളിക്കാണ്. എന്ത് സുധിയാണെന്ന് അതൊന്നുമില്ല. പിന്നെന്തിനാണ് അമ്മ സച്ചിയേട്ടൻ വെച്ചിരിക്കുന്ന നാരങ്ങ എടുത്ത് കയ്യിൽ പിടിച്ചതെന്ന് രേവതി ചോദിക്കുമ്പോ ഇവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് നാരങ്ങയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചീത്ത എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ഭാമ പറഞ്ഞു. അതുകൊണ്ടാണ് അതെടുത്ത് കളയാന്ന് വിചാരിച്ചത്. അതെ അമ്മ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് കളയാന്ന് വിചാരിച്ചതെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. പിന്നെന്തിനാണ് അമ്മ കൊണ്ടുവച്ചിരിക്കുന്ന നാരങ്ങയും കൂടി എടുത്തിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നത്? അതിന് മറുപടി ഒന്നും ചന്ദ്രയ്ക്ക് പറയാനില്ല. പക്ഷെ ശ്രുതിയാണെങ്കിൽ ഒരുപക്ഷെ എന്തോ ഭയത്തില് ആന്റി ചിലപ്പോ അങ്ങനെ ചെയ്തതായിരിക്കും. ശ്രുതി ചേച്ചി എന്തിനാണ് തെറ്റ് ചെയ്യാതെ നമ്മള് ഭയപ്പെടുന്നതെന്ന് വർഷ ചോദിക്കുകയാണേ. തുടർന്ന് സച്ചി ആ സത്യം എല്ലാവരുടെ മുമ്പെന്ന് പറയാണ്. അച്ഛാ ഇത് ഞാൻ മന്ത്രിച്ചിട്ടൊന്നും കൊണ്ടുവച്ചതല്ല, ഇവനാണ് എടുത്തതെന്നുള്ള കാര്യം എനിക്ക് എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവനെ ഒന്ന് കുരുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒപ്പിച്ചൊരു ചെറിയ പണിയാണത്. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയുടെ കയ്യിലുള്ള 2 നാരങ്ങയും താഴേക്ക് പോവാണ്. നീ എന്താണ് ഡ്രാമ കളിക്കാണോ എന്ന് ചന്ദ്ര സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഡ്രാമയൊന്നും അല്ല, പോലീസുകാരൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ കെണി വെച്ചിട്ട് എലിയെ പിടിക്കുന്നു എന്ന്, അതുപോലെ ഈ നാരങ്ങ വെച്ചിട്ട് നിങ്ങളെ മകനെ പിടിച്ചതാണ്. തുടർന്ന് രവി ചന്ദ്ര എന്ന് പറഞ്ഞ ഒരൊറ്റ വിളി വിളിക്കുവാണേ. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഞാനെന്ത് മറച്ചു വെക്കാനാ രവിയേട്ടാ? ഇവൻ എന്തൊക്കെയോ കിറുക്ക് പിടിച്ചതുപോലെ ഓരോ കാര്യങ്ങൾ പറയാണ്. ഇതുപോലെ മന്ത്രിച്ച നാരങ്ങയൊക്കെ വീട്ടിൽ വെക്കുന്നത് അത്ര നല്ല കാര്യമല്ല, അതുകൊണ്ട് എടുത്ത് കളയാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അത് നിങ്ങൾ എന്തിനാണ് ഈ നട്ടപ്പാതിരക്ക് ചെയ്യുന്നത്? രാവിലെ ചെയ്തുകൂടായിരുന്നോ? സച്ചിയുടെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയം തോന്നുന്നുണ്ട്. അമ്മേ എനിക്ക് പേടിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയുടെ കൈ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോ കൈയങ്ങ് തട്ടി മാറ്റുവാണ് ചന്ദ്ര. ഇങ്ങനെ ഓരോ സാധനങ്ങൾ വീട്ടിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏടാകൂടമായിട്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇവനേക്കാൾ കൂടുതൽ ഏടാകൂടുള്ള ഒരു സാധനം ഈ വീട്ടിലുണ്ടോ? ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കേറിയിട്ട് ആന്റി പറഞ്ഞത് കേട്ടല്ലോ എന്തിനു വേണ്ടിയിട്ടാ എന്നുള്ള കാര്യം വെറുതെ കിടന്ന് ശ്രുതിയെ ഓരോന്നും പറയാതെ ശ്രുതി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൂട്ടിക്കൊണ്ടു പോവാണേ ശ്രുതി. പക്ഷെ ഓടി ചെന്നിട്ട് സച്ചി അങ്ങ് തടഞ്ഞു നിർത്തിയിട്ട് 2 കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്യൂസ് എങ്ങോട്ടാ പോകാൻ വേണ്ടി പോകുന്നത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, സ്വർണം നീ എന്താ ചെയ്തത്? അതെങ്ങനെയാ എനിക്കറിയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ പിന്നെ നിനക്ക് എങ്ങനെയാടാ 5 ലക്ഷം രൂപ വന്നത്? അത് ഞാൻ ആനന്ദിന്റെ അടുത്ത് മേടിച്ചതെന്ന് ശ്രുതി പറയുന്ന സമയത്ത് അച്ഛാ ഞാൻ ഇവന്റെ ഫ്രണ്ട് ആനന്ദിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ 1 രൂപ പോലും ഇവന് കടമായിട്ട് കൊടുത്തിട്ടില്ല. അത് കേട്ട ഉടനെ
നമ്മുടെ ചന്ദ്രയുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ രവി. ചന്ദ്രയ്ക്കാണെങ്കിൽ നല്ല ഭയമുണ്ട്. ഇല്ല ഞാൻ അവന്റെ അടുത്ത് തന്നെയാണ് മേടിച്ചതെന്നുള്ള കാര്യം സുധി പറയുന്ന സമയത്ത് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അവൻ ഇപ്പൊ ഫോണിൽ വിളിക്കേ അത് എന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോൾ കണ്ടില്ലേ അച്ഛ അവൻ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് സുധേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം തുറന്നു പറഞ്ഞേക്ക്. എന്ത് സത്യം തുറന്നു പറയണമെന്ന് സച്ചി വെറുതെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. രേവതി നീയാണോ ഇവനെ ഓരോന്ന് പറഞ്ഞ് എരിപിരി കയറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അമ്മേ ഈ വീട്ടിൽ എന്ത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാം എന്റെ തെറ്റുകൊണ്ടാണ് നടക്കുന്നത്. എന്റെ സ്വർണം കവറിങ്ങാക്കി മാറ്റിയതും അമ്മ എന്റെ മേലാണ് പഴി ചാരിയത്. ഇനി എന്തെല്ലാം എന്റെ തലയിൽ കൊണ്ട് ഇടുന്നു ചോദിക്കുമ്പോഴേക്കും എടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വർത്തമാനം പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ചന്ദ്രയെ മതി നിർത്ത്. അത് കഴിഞ്ഞ് രവി സുധീയുടെ അടുത്ത് അരികിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. സുധി സത്യം പറയടാ എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛാ എനിക്കൊന്നും അറിയില്ല. രവിയേട്ട അവനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിന്റെ അടുത്ത് ഞാൻ മിണ്ടരുതെന്നല്ലേ ചന്ദ്രയെ പറഞ്ഞത്. സുധി പറയടാ എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛാ എനിക്കൊന്നും അറിയില്ല. അതിനിടയിൽ സുധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ സുധി പറഞ്ഞല്ലോ അവന് ഒന്നും അറിയില്ല എന്ന്. പൗഡർ എടുത്തി അവന്റെ അച്ഛൻ അവനോടാ ചോദിക്കുന്നത്. നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ വായ അടപ്പിക്കുകയാണ് സച്ചി. പറയടാ എന്ന് വീണ്ടും രവി പറയുമ്പോഴും ഇല്ല അച്ഛാ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് തലം താഴ്ത്തിട്ട് ഉരുണ്ട് കളിക്കുമ്പോഴേക്കും എടാ നിന്റെ അടുത്തല്ല അച്ഛൻ ചോദിക്കുന്നത് പറയടാ എന്ന് പറഞ്ഞിട്ട് സച്ചി കൈ അങ്ങ് ഓങ്ങുമ്പോഴത്തേക്കും സച്ചിയുടെ കൈ അങ്ങ് തട്ടി താഴേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അതേടാ ഞാൻ തന്നെയാടാ സ്വർണം കൊണ്ടുപോയി വിറ്റത്. അപ്പൊ സുധിയേട്ടന് വന്ന് 5 ലക്ഷം രൂപ രേവതി ചേച്ചിയുടെ സ്വർണം വിറ്റിട്ടാണല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അച്ഛാ എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു. ഡീലർക്ക് പണം കൊടുക്കണമായിരുന്നു. ഞാന് അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് രേവതിയുടെ സ്വർണം ഇരിപ്പുണ്ട് എന്നുള്ള. അമ്മയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം കേട്ട ഉടനെ ചന്ദ്രയെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ രവി. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ തല താഴ്ത്തി നിൽക്കാന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ലല്ലോ. പണയം വെച്ചിട്ട് പിന്നെ എടുത്തു കൊടുക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ക്യാഷ് തികഞ്ഞില്ല, അതുകൊണ്ടാണ് വിറ്റത്. അച്ഛാ ഈ ബുദ്ധിമാനെ എന്താ ചെയ്യേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ഇടയ്ക്കേറിയിട്ട് വർഷ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജ്വല്ലറി കടയിൽ നിന്ന് വിളിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശബ്ദം മാറ്റിയിട്ട് നിങ്ങളെ വിളിച്ചത്. പക്ഷെ അന്ന് നിങ്ങൾ പിടിക്കപ്പെട്ടില്ല. എന്നാ ഇപ്പോ ഒരു നാരങ്ങയിൽ നിങ്ങൾ പിടിക്കപ്പെട്ടല്ലോ. കഷ്ടം തന്നെ. ഇത് നിങ്ങൾക്ക് ചീറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? ഈ ചീറ്റിംഗ് ഫ്രോഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവന് കൈവന്ന കലയായി പോയല്ലോ. അത് കഴിഞ്ഞ് രേവതി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കാണ് കേട്ടോ അല്ല അമ്മ ഈ കാര്യം മറച്ചു വെച്ചത് എനിക്ക് അത്ര വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം എന്റെ വീട്ടിൽ നിന്ന് കവറിംഗ് ആക്കി മാറ്റിക്കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് ഏത് വിധത്തിലാണ് അമ്മ ന്യായം? രണ്ടെണ്ണത്തിനും ക്രിമിനൽ മൈൻഡാണ്. അമ്മയുടെ അടുത്ത് നിന്ന് ജെറോക്സ് എടുത്തതുപോലെയല്ലേ ഇവന് കിട്ടിയിരിക്കുന്നത്. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? പിന്നെ അങ്ങോട്ട് അടിയുടെ പൂരാണ് കേട്ടോ. രവിയുടെ കയ്യിൽ നിന്നും നന്നായിട്ട് കിട്ടുന്നുണ്ട് സുധിക്ക്. അടിക്കുന്നതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നീ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യോടാ, നീ ഒരിക്കലും തിരുത്തില്ലേ, നിനക്ക് മോഷണബുദ്ധി പോവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണേ. സുധിയെ അടിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടി ചേർന്നിട്ട് പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. രവിയേട്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര തടഞ്ഞു നിർത്തുന്ന സമയത്ത് നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോടി, ആദ്യം നിനക്കിട്ടിട്ടാണ് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് നേരെ കയ്യുവങ്ങാണ് രവി. പക്ഷെ അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ പിടിച്ചു മാറ്റുവാണ്. നീ എന്ത് പണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അത് രവിയേട്ട അവൻ പറ്റിക്കപ്പെട്ടതുകൊണ്ട് അവൻ പറ്റിക്കപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കാണോ വേണ്ടത്? അങ്ങനെ അച്ഛൻ ഭയങ്കരമായിട്ട് റേസ് ആവുന്നത് കാണുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റി നിർത്തിയിട്ട് അച്ഛാ അമ്മ എല്ലാം ഇവന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഇവന്റെ ഐഡിയ ആയിരിക്കും. എടാ നീ അന്ന് ടെറസിൽ നിന്ന് വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീ വലിയ വീട്ടിലെ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്, ഞാൻ പൂക്കെട്ടുന്ന വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ. എന്നിട്ട് നീ എന്തിനാണ് എന്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്തത്? ഇപ്പോ നിന്റെ ഗൗരവമൊക്കെ എവിടെ പോയടാ? പറയടാ എന്ന് പറഞ്ഞിട്ട് കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുമ്പോഴേക്ക് ശ്രീകാന്ത് സച്ചിയെ പിടിച്ച് മാറ്റുവാണ്. ഇതെന്താ ആൾക്കാർ മാറി മാറി സുധി അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി. പിന്നെ അവൻ ചെയ്ത പണിക്ക് അവനെ ഞാൻ എടുത്ത് തലയിലേറ്റി താലോലിക്കാം. ശ്രുതി ഇപ്പോഴും നിന്റെ ഭർത്താവ് ചെയ്തത് നിനക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലെന്ന് രേവതി ചോദിക്കുമ്പോ അല്ല ശ്രുതി ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡ് ചെയ്ത കാര്യം നിനക്ക് മുമ്പേ അറിയായിരുന്നോ എന്ന് വർഷയും ചോദിക്കുന്നുണ്ടേ. അറിയുന്ന ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണേ. കണ്ടില്ല അച്ഛാ 3 കൂട്ടുപ്രതികളാണ്. എനിക്ക് ഒരു ദിവസം മുമ്പ് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇതിനെ അനുവദിക്കില്ലായിരുന്നു. ശ്രുതിയുടെ സംസാരം കേട്ട് രവി അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് ഇവനെ പ്രസവിച്ച ഇവള് അവൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നു, നീ എന്തിനാ അവൻ എല്ലാത്തിനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ശ്രുതിയെയും ചീത്ത വിളിക്കുന്നു വിരിച്ചിട്ട് ചന്ദ്രമതി ഇല്ല അവള് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നീ മിണ്ടി പോരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ വായ അടപ്പിക്കുകയാണ്. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ സുധി ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. സുധി ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടു, എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാതെ അവർ ചെയ്തു പോയതാണ്. രേവതി 500 മാല കെട്ടി അന്നും ഇതുപോലെ രേവതിയും പറ്റിക്കപ്പെട്ടിട്ടില്ലായിരുന്നോ എന്ന് കരുതിയിട്ട് ശ്രുതി ഞങ്ങള്
ആരുടെയും ഒന്നും എടുത്തിട്ടില്ല, മറ്റുള്ളവരെ പറ്റിച്ചിട്ടുമില്ല. ഞങ്ങൾ നേരായ വഴിയിലൂടെയാണ് അത് കണ്ടെത്തിയത്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സ്വർണം വിൽക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇപ്പൊ രേവതി, നിനക്ക് സ്വർണ്ണമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ തിരികെ തരാം. ആഹാ, ഇത് നല്ല കഥയാണല്ലോ. സ്വർണം തിരികെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമോ? ശ്രുതിയെ എതിർത്ത് കണ്ട് രേവതി സംസാരിക്കുമ്പോഴേക്കും മുന്നിൽ ആളായിട്ട് പോയി നിൽക്കുന്നുണ്ട്. എന്താടി, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടത് സ്വർണം മാതിരിയാണല്ലോ, നീ വലിയ അധികാരത്തോടു കൂടി സംസാരിക്കുന്നത്. ചന്ദ്രെ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നീയൊക്കെ ഒരു പെണ്ണാണോ? നീ എന്തെങ്കിലും ശ്രുതിക്ക് നല്ലൊരു അമ്മയായിട്ട് നടന്നിട്ടുണ്ടോ? ശ്രുതിക്ക് മോഷണം, കള്ളത്തരം, വേണ്ട എല്ലാപ്പെട്ട മോശപ്പെട്ട കാര്യങ്ങളും നീയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അത് ഞാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതാണോ നീ നിന്റെ മകനെ വളർത്തിയ ലക്ഷണം? അവനെ ആരെങ്കിലും പണം പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന്റെ മിസ്റ്റേക്ക് ആണ്. അതിന് രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിറ്റത് എന്തിനാണ്? അത് രവിയേട്ട ബ്യൂറോയില് ചുമ്മാ ഇരിക്കല്ലായിരുന്നോ എന്ന് കരുതിയിട്ട് നീ അത് എടുത്തോണ്ട് പോയി വിൽക്കോ? വിറ്റിട്ട് നീ നല്ല വെള്ള പോലെ ചമയമായിരുന്നല്ലോ. നീ കുറ്റങ്ങളെല്ലാം രേവതിയുടെ അമ്മയുടെ മേലെ ചാർത്തുകയും അതുപോലെ എന്റെ അമ്മയെ നാണം കെടുത്താൻ വേണ്ടി നീ ശ്രമിച്ചില്ലേ? നീയൊക്കെ എന്ത് ജന്മാണെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. നിന്റെ കൂടെയൊക്കെ ജീവിക്കാൻ എനിക്ക് ഭയമാണ് തോന്നുന്നത്. നീ നിന്റെ മകന് വേണ്ടിയിട്ട് എന്നെ ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കില്ല, ആ ഒരു ഭയം എനിക്കുണ്ട്. രവിയേട്ടൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, തെറ്റാണ്, ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്. ഞാനിനി ഒരിക്കലും നിന്റെ അടുത്ത് സംസാരിക്കുകയോ ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് കുടിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞ് രവി പോകുമ്പോഴേക്കും, രവിയേട്ട എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചു വെക്കണേ, തൊട്ടു പോകരുത് തന്നെ, എന്റെ കൺമുമ്പ് പോലും ഈ ജന്മം വന്ന് നിന്ന് പോകരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും, ഞാനിപ്പോ എന്ത് ചെയ്തിട്ട് രവിയേട്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കണ്ടവൾമാരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾ എന്റെ അടുത്ത് എന്തിനാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഞാൻ നമ്മുടെ പയ്യന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അത് രവിയേട്ട നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? ശരി, നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ, വേണ്ട, മനസ്സിലാക്കണ്ട. നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കില്ല എന്നല്ലേ പറഞ്ഞത്? അല്ലെങ്കിലും ഞാനാണല്ലോ ഈ വീട്ടിലെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോയിട്ട് കതക് അടയ്ക്കുവാണ്.